ഗെയ്സ് വെൽക്കം മൈ ടു ചാനൽ. അപ്പോൾ ഗെയ്സ് എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ ഗെയ്സ് നമുക്കാണെങ്കിൽ അത്തപ്പൂടൻ പൂ പറിച്ചാൽ ഞാൻ കുറച്ച് പൂവ് പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ജമന്തി പൂവിൻ്റെ മഞ്ഞയും ഓറഞ്ചും. നമുക്ക് വീട്ടിലെ കുറച്ച് പൂ പറിക്കാതെ അത്തമിടാം. ഗെയ്സ് ഞാൻ കുറച്ച് പൂവ് പറിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലീസ് പൂ പറിക്കാതെ ഈ പൂവാണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. ഈ പൂവാണെങ്കിൽ തട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതിൻ്റെ സ്മെല്ല് വരും കേട്ടോ. നിറച്ചുണ്ട്. ഈ പൂവാണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് ഇത് നല്ലതായിട്ട് ചെടി വളർന്നിട്ട് അതിൻ്റെ അകത്ത് അപ്പം തന്നെ പൂവ് വരും കേട്ടോ. നല്ല പൂവാണ്, എപ്പോഴും ഇതിൻ്റെ അകത്ത് കാണും പൂവ്. നമുക്ക് ഈ വെള്ള കളറുള്ള പൂ പറിക്കാം. ഇവിടെ കുറച്ചുണ്ടായിരുന്നു, കവർ ഇരുന്നുകൊണ്ട് കണ്ടില്ല. നമുക്ക് നടുക്ക് വേണമെങ്കിൽ അതിൻ്റെ തണ്ട് ഒടിച്ചിട്ട് വെക്കാം. നടുക്ക് മഞ്ഞ ഞാൻ എല്ലാ പൂവും പറിക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം പോലും ബാക്കി വെക്കുന്നില്ല. ഇത്രയും പൂവൊക്കെ കാണത്തില്ല. മഞ്ഞപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് അതിൻ്റെ അടിയിലടിയിലിട്ടാണ് കിടക്കുന്നത്. ഈ പൂ ഒരു 2 എണ്ണം കൂടെ വെച്ചെടുക്കാം. ഞാനാണെങ്കിൽ പൂവെല്ലാം പിച്ചിട്ട് ഓരോ കവറിലാക്കി വെച്ചേക്കുന്നുണ്ട്. ചെമ്പന്തിപ്പൂ, മറ്റേ മഞ്ഞപ്പൂ, പിന്നെ ഇത് വെള്ളപ്പൂ കുറച്ചേ ഉള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണം അത്തപ്പൂക്കെ ഇട്ട് പകുതി ആകുമ്പോൾ വേണം മറ്റേ വയലറ്റ് കളറുള്ള പൂ പറിക്കും. പ്ലീസ് ഞാൻ ചെറിയ സർക്കിൾ ആദ്യം വരച്ചിട്ടുണ്ട്. പ്ലീസ് ഞാൻ ഒരു ഫോട്ടോ നോക്കിയാണ് അത്തപ്പൂ ഇടുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റേതായിട്ട് രീതി വെച്ചിട്ട് ഇടുന്നത്. ഞാൻ പ്ലീസ് ഡേ ഞങ്ങൾ ഇത്രയും ചേർത്തിട്ടുണ്ട്. പ്ലീസ് ഡേ ഞങ്ങൾ ഇത്രയും ചെയ്തു. ഞങ്ങളില്ല, ഞാൻ ഇത്രയും ചെയ്തു. അപ്പോൾ ഗെയ്സ് ഇതുപോലെ ഇല്ല, ഞാൻ സ്വന്തമായിട്ട് അങ്ങ് ചെയ്തതാണ്. ഗെയ്സ് ഇതാണ് കേട്ടോ ഗെയ്സ് എൻ്റെ അത്തപ്പൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ്. അപ്പോൾ ഗെയ്സ് അടുത്തൊരു വീഡിയോ വരുന്നതിനും വരെ ബൈ.